ഓർമ്മയ്ക്കായി ഭാഗം 99. അമ്മു വിവാഹം കഴിഞ്ഞ അവർക്കുള്ളതല്ലേ അവിടെ, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണോ? അപ്പു ചോദിച്ചു. ഇല്ലടാ, അവർ നീനയും കല്യാണച്ചക്കനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. ഇന്ന് അവരെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് കൊച്ചപ്പച്ചൻ്റെ വീട്ടുകാരെല്ലാവരും പോവും. അവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ വരാം അമ്മു. അഗ്നിയുടെ ശബ്ദം കേട്ടതും അമ്മു എന്നാ ശരി എന്ന് പറഞ്ഞു. എന്നാൽ അപ്പുവിൻ്റെ മുഖം കണ്ടതും അഗ്നി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? പിന്നെ നമ്മൾ പോകുന്നതേ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ്. അവിടെ പിന്നെ അമ്മുണ്ട്, നരിയുണ്ട്. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ഈ ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എവിടെ ചെന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. നിന്നെ കാണാതെ നിന്നെ എനിക്ക് വയ്യ അപ്പു. ഈ പെണ്ണ് മനുഷ്യനെ കൊല്ലാതെ കൊല്ലാണ്. അവൻ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും അപ്പു ഒന്ന് ചിരിച്ചു. ചിരിക്കല്ലേ, ഞാൻ ഡ്രൈവ് ചെയ്യാൻ നോക്കില്ല കേട്ടോ. അവൻ പറഞ്ഞതും മിണ്ടാതിരിക്കെ. ഇപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. നരിക്കുന്നേൽ വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ദൈവേട്ടന് പറയാനുള്ളത്? അപ്പു ചോദിച്ചു. എനിക്കോ? ഞാൻ പറയട്ടെ. ദേ, അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നിന്റെ അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യമായിരിക്കും. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ മുഖം വേർപ്പിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല അമ്മായമ്മേ. ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യ സുബർണ അഗ്നിദേവാണ്. സുബ്രഹ്മണ്യത്തിനെ ഞാൻ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഇവൾ കാളിയാർ മഠത്തിൽ അഗ്നിദേവിൻ്റെ ഒരേ ഒരു ഭാര്യയാണ്. പിന്നെ ഞാൻ ഇവളെ വിവാഹം കഴിച്ചത് ലീഗലിയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ആശ്വാസത്തിന് ഒന്നുകൂടി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അഗ്നി പറയുന്നത് കേട്ട് അപ്പു ചിരിച്ചു പോയി. ഇങ്ങനെയാണോ അഗ്നി എന്നെ അവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നത്? അതെ. പിന്നെ നിന്റെ അച്ഛനില്ലേ, ചന്ദ്രശേഖർ? അച്ഛന് ഇനി അങ്ങേരെങ്ങാനും ഉടക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, ബ്രോ, നമ്മളെല്ലാവരും പ്രണയിക്കുന്നവരല്ലേ. നിങ്ങളും ദേ ഈ നിൽക്കുന്ന എൻ്റെ അമ്മായിമ്മയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തെ കിട്ടിയത്? അതുപോലെ തന്നെ ഞാനും കുറേ നാൾ കാത്തിരുന്ന് കിട്ടിയതാ. ദൈവത്തെ ഓർത്ത് പിരിക്കരുത് പ്ലീസ് എന്ന് പറയും. അഗ്നിദേവ് പറയുന്നത് കേട്ടപ്പോൾ അപ്പു പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ടെൻഷൻ മാറിയില്ലേ? അഗ്നി ചോദിച്ചതും മാറി. എനിക്ക് ടെൻഷനൊന്നുമില്ല. കാരണം എൻ്റെ അമ്മയെ എനിക്കറിയാം. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുടെയും ഇഷ്ടത്തിനും എല്ലാത്തിനും കൂട്ടുനിന്നിരിക്കുന്ന അമ്മയാണ്. അമ്മയുടെ മനസ്സിൽ കണ്ടറിഞ്ഞ് തന്നെയാണ് ഇനിയും ഞങ്ങളുടെ അമ്മയെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ചന്ദ്രശേഖറുമായിട്ട് അച്ഛനെ കൂട്ടിവെച്ചത്. പക്ഷേ അത് തെറ്റായ തീരുമാനമല്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമായി കഴിഞ്ഞു. എന്തൊരു സ്നേഹമാണെന്നറിയോ അച്ഛനെ അമ്മയോട്? അപ്പു പറഞ്ഞതും എനിക്ക് മനസ്സിലാവും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നു. ആ നകുൽ മാണിക്കത്താനെ എനിക്ക് അമ്മായിച്ചെന്ന് വിളിക്കേണ്ടി വന്നില്ലല്ലോ. അഗ്നി പറഞ്ഞതും അതെന്താ, കുറേ നാൾ മാണിക്കത്താന്മാരുടെ വീട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ നകുലിന് അയാളെ അമ്മായിച്ചെന്നെങ്ങാനും വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വേണമെങ്കിൽ ഉപേക്ഷിച്ചേനെ. അഗ്നി പറഞ്ഞതും അപ്പു അവനെ കൂർപ്പിച്ച് നോക്കി. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാട്ടോ. അത്രയ്ക്ക് മെനക്കെട്ട സാധന നിന്റെ അച്ഛൻ, ജന്മം നൽകിയ ആ കാലൻ. എന്നാ ഇപ്പം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ അച്ഛൻ. എപ്പോഴും ഞാനും അച്ഛൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. ഞാൻ അന്വേഷിച്ചറിഞ്ഞു എന്ന് തന്നെ പറയാം ചന്ദ്രശേഖറിനെ കുറിച്ച്. ചന്ദ്രശേഖറിൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തെക്കുറിച്ചും. നിങ്ങളുടെ സെലക്ഷൻ മോശമേ അല്ലായിരുന്നു. ഇപ്പോൾ അയ്യങ്കാർ മനയിൽ 3 പ്രണയ ജോഡികൾ. എന്താ അല്ലേ, രസമായിരിക്കും, പൊളിക്കും നമ്മൾ. അഗ്നി പറഞ്ഞു. അപ്പോ അഗ്നിയെ തന്നെ നോക്കിയിരിക്കായിരുന്നു. എന്തെങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ആലോചിക്കായിരുന്നു അഗ്നിദേവ് എന്ന അഗ്നിയെപ്പറ്റി. ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാളിയാർ മഠത്തിൽ അഗ്നിദേവ് എന്ന തമ്പുരാൻ ഒരു പാവാണെന്ന്. അപ്പു പറഞ്ഞതും ആര് പറഞ്ഞു പാവാണെന്ന്? ഞാനത്ര പാവമൊന്നുമല്ല. ഞാൻ പാവമായിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ അടുത്ത് മാത്രമാണ് ഈ അഗ്നിദേവ് നിന്റെ ദേവേട്ടൻ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നത്. പക്ഷേ പുറമേ ഞാൻ പുലിയാണ്. എൻ്റെ വീട്ടിലിപ്പോൾ പുലിയെ കൊണ്ടും നരിയെ കൊണ്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി അച്ഛൻ എന്താണെന്ന്
കുറച്ച് ദിവസം അവിടെ നിന്ന് കണ്ടറിഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പു പറഞ്ഞതും, ഞാനൊരു പുലിയാണെങ്കിൽ, ആൽഫ്രഡ് ഒരു നരിയാണെങ്കിൽ, നിന്റെ അച്ഛൻ മിനിമം ഒരു സിംഹമെങ്കിലും ആകണ്ടേ? അഗ്നി പറഞ്ഞതും നോക്കാം. പിന്നീട് വീണ്ടും അവരുടെ സംസാരം നീണ്ടുപോയി. ഇതേസമയം അമ്മു നരിക്കുന്നൽ വീട്ടിൽ ടെൻഷനോടെ നടക്കുകയാണ് മുറിയിൽ. അപ്പോഴാണ് ആൽഫി അങ്ങോട്ട് വന്നത്. എന്താ, എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അത് അഗ്നിയേട്ടൻ വരുമ്പോൾ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് മനയിൽ വെച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു. ഇവിടെ എല്ലാവരും ഇല്ലേ? എല്ലാവരും അഗ്നിയേട്ടനെ എനിക്ക് പേടിയാവുന്ന ഇച്ചായ. നമുക്ക് മനയിലേക്ക് പോകാം. ഞാനും ഇച്ചായനും അച്ഛനും അമ്മയും മാത്രം മതി അവിടെ വെച്ച് നമുക്ക് അഗ്നിയേട്ടനും അമ്മയുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അതുപോരെ? അമ്മു ചോദിച്ചു. വേണ്ടാന്നേ, ഇവിടെ വെച്ച് സംസാരിക്കാവുന്നതേ ഉള്ളൂ, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പുവിൻ്റെയും അഗ്നിയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം നിന്റെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അന്ന് തന്നെ ആ ഒരു മാസക്കാലം അഗ്നി അപ്പുവിനെ എങ്ങനെയാണ് കൊണ്ടു നടന്നതെന്ന് ഏകദേശം നിന്റെ അമ്മയ്ക്ക് അറിയാം. ഇതുവരെ അപ്പുവിനോട് വിവാഹകാര്യത്തെപ്പറ്റി നിന്റെ അമ്മ സംസാരിച്ചിട്ടില്ലല്ലോ? ഇല്ല. അഗ്നിയെക്കുറിച്ചൊരു സംസാരം അമ്മ നടത്തിയിട്ടുണ്ടോ അപ്പുവിനോട്? ഇല്ല. അമ്മ അഗ്നിയേട്ടനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ വെച്ച് അവളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അവൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിലും വലിയ സന്തോഷമായിരുന്നു. പിന്നെ അഗ്നിയെക്കുറിച്ച് അവളും പറഞ്ഞിട്ടില്ല, അമ്മയും പറഞ്ഞിട്ടില്ല. എന്നോടാണ് പിന്നെ കുറച്ചെങ്കിലും പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ലേ, അഗ്നിയേട്ടൻ കെട്ടിക്കൊടുത്ത ആ താലി, അത് കണ്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ട് ചായ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ളൊരു അനുവാദം കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ ഒരു കാര്യം മാത്രമേ അമ്മയ്ക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് പറ്റിയതുപോലെ ഒരു തെറ്റായ ഒരു തീരുമാനം എടുക്കരുതെന്ന്. അത് അമ്മ ഇടയ്ക്ക് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അത് അപ്പവും ഞാനും കൂടി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് അമ്മ ഞങ്ങളെ വിളിച്ചിരുത്തി സംസാരിച്ചത്. അന്ന് അമ്മ പറഞ്ഞൊരു കാര്യം, ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒന്നല്ല ഒരുപാട് വട്ടം ആലോചിക്കണം, മറിച്ചും തിരിച്ചും എല്ലാം ആലോചിക്കണം, എന്നിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലായിക്കോട്ടെ, അങ്ങനെ തന്നെ വേണമെന്നാണ് അമ്മ പറഞ്ഞത്. അതിൽ നിന്നാണ് കേട്ടോ എനിക്കങ്ങനെ തോന്നിയത്. അമ്മ അതും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. പറയാതെ പറയാന്നൊക്കെ പറയില്ലേ, അതുപോലെ. ശരിയായിരിക്കും. അമ്മയ്ക്ക് പറ്റിയൊരു തെറ്റ് അത് ചെറിയൊരു തെറ്റല്ലല്ലോ, ഒരുപാട് അനുഭവിച്ചില്ലേ, അതുകൊണ്ടാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം എത്ര നന്നായിട്ടാണ് നിൻ്റെ അമ്മ റിക്കവറായി വന്നത്. നിങ്ങളെ രണ്ടുപേരെയും എത്ര നന്നായിട്ട് അമ്മ വളർത്തിയതല്ലേ? തീർച്ചയായിട്ടും അത് എൻ്റെ അമ്മയുടെ ഒരു കഴിവ് തന്നെ അയച്ചായ. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളല്ലോ, ഇരട്ടക്കുട്ടികളായിരുന്നു, ഒറ്റയ്ക്ക്. പിന്നെ പ്രായമായ മുത്തശ്ശൻ മാത്രം. ശരിക്കും അമ്മയുടെ ഒരു സ്ട്രഗിളിങ് പീരീഡായിരുന്നു അത്. പിന്നെ വേറൊരു കാര്യം അറിയോ ഇച്ചായന്? അമ്മയുടെ ഡെലിവറി സമയത്തൊക്കെ ഞങ്ങളെ രണ്ടുപേരെയും ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിയതാരാന്നറിയോ? അച്ഛനാണ്, ഈ ചന്ദ്രശേഖർ. അദ്ദേഹം കൂടിയുണ്ടായിരുന്നു അന്ന്. അന്നേ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. മുത്തശ്ശനും അച്ഛനും കൂടിയായിരുന്നു ലേബർ റൂമിൻ്റെ പുറത്ത്. നേഴ്സുമാർ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരെയും കൊടുത്തത് അച്ഛൻ്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഇഷ്ടം അമ്മയ്ക്ക് അച്ഛനോടുണ്ട്. അത് മുത്തശ്ശൻ പറഞ്ഞ് അമ്മ അറിഞ്ഞതാട്ടോ. ഞങ്ങളോടും പറയായിരുന്നു നിങ്ങളെ കയ്യിൽ വാങ്ങിയത് ചന്ദ്രശേഖറാണെന്ന്. അച്ഛനും അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരെയും അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഒരു അച്ഛൻ എങ്ങനെയാണ് മക്കളെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. ഈ തീരുമാനമില്ലേ, അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കുക എന്നുള്ള തീരുമാനം, ഇത് നേരത്തെ എടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും സ്നേഹം ഒരുപോലെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് അനുഭവിച്ച് കുറച്ച് നാളെങ്കിലും ജീവിക്കായിരുന്നു. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞതുകൊണ്ടേ വല്ലപ്പോഴല്ലേ അവിടെ ചെന്ന് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹം ഒരുമിച്ച് കിട്ടൂ. അതിനെന്താടി പെണ്ണേ, നിന്നെ സ്നേഹം കൊണ്ട് മൂടാൻ നിന്റെ ഇച്ഛാൻ ഇവിടെ നിൽക്കല്ലേ? എന്തൊരു സ്നേഹം വേണം പറയേ? ആൽഫി പറഞ്ഞതും, അയ്യടാ, സ്നേഹം കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു ഭർത്താവ്, ഇന്നലെ സ്നേഹം കാണിച്ചിട്ടേ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവൾ പറഞ്ഞു. അതെ, ഇതേ ആ അപ്പ ഉപ്പകളുടെ സ്നേഹമല്ല. നീ ഇടയ്ക്ക് എന്നെ നമ്മുടെ പ്രണയ നിമിഷങ്ങളിൽ വിളിക്കാറില്ലേ നരി?
അല്ലാതെയും വിളിക്കാറുണ്ട്. പക്ഷേ ആ സമയത്ത് നീ വിളിക്കുന്ന നരി, ഓഹ് എൻ്റെ അമ്മേ, ആ സമയത്താണ് തോന്നുന്നു ശരിക്കും ഈ ആൽഫ്രഡ് നരിയാവുന്നത് അല്ലേ, നരിവേട്ട നടത്തുന്നത് അല്ലേടി പെണ്ണെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈ മുറുക്കിയതും, ഇതിപ്പോൾ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ദൈവമേ. ഇച്ചായ, ദേ അപ്പവും അഗ്നിയേട്ടനും വന്ന സമയമാണ്. എനിക്കത് ആലോചിച്ചിട്ട് ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങേരുടെ ഒരു കാര്യം. എൻ്റെ കൊച്ചെ, നിൻ്റെ ഇച്ചായൻ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോൾ നീ എന്തിനാടി കൊച്ചെ ഇങ്ങനെ ടെൻഷനാവുന്നേ? ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കേ. ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ താഴേക്ക് ചെല്ലട്ടെ, അമ്മയൊന്ന് കാണട്ടെ. ഇപ്പോഴത്തെ അമ്മയുടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അമ്മയുടെ കാലാവസ്ഥയോ? ആ, ദേഷ്യത്തിലാണോ സന്തോഷത്തിലാണോ എന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. നിന്റെ അമ്മയുടെ കാലാവസ്ഥ എന്തായാലും, ഇനി ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് ആ അഗ്നിദേവിനെ കാണുമ്പോൾ ഒറ്റയടിക്ക് മാറും. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കൊച്ച്, ഇവിടെ ഇരിക്കേ. ഞാനേ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ ചെയ്യാ? നാളെ നമ്മുടെ ബസ് ഇറങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ പോകാൻ റെഡിയാവണേ. എൻ്റെ കൊച്ചാണ് താക്കോല് തരേണ്ടത്. ഞാനോ? ദേ, ഇവിടെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുള്ളതാണേ. ആദ്യം താക്കോല് മേടിക്കേണ്ടത് വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്നോ വല്യമ്മച്ചിയുടെ കയ്യിൽ നിന്നോ ആയിരിക്കണം. അവിടെ വെച്ചെങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് മുങ്ങും. പിന്നെ പൊങ്ങുന്നത് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. കേട്ടല്ലോ? അമ്മ പറഞ്ഞതും കണ്ണുമിഴിച്ച് അവളെ നോക്കി നിൽക്കുന്ന ആൽഫിയെ കണ്ടതും, എന്തേ ചായ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ ഈശോയെ, നീ ഇത്രയ്ക്കൊക്കെ ടെററായിരുന്നോ? പിന്നല്ലാതെ, കല്യാണം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വല്യപ്പച്ചനെയും വല്യമ്മച്ചിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എന്നെ അതിലേക്ക് വലിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ? അത് ചെയ്യുന്ന തെറ്റാ. എങ്ങനെയായിരുന്നോ നേരത്തെ അതുപോലെ തന്നെ മതി. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ഒന്നും പുതിയതാക്കാൻ നിൽക്കണ്ട. എനിക്ക് ഈ കുടുംബമാണ് ഇഷ്ടം. എൻ്റെ ഇച്ചായൻ്റെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അച്ഛൻ, അമ്മ എല്ലാവരും അടങ്ങിയ കുടുംബം. അതുകൊണ്ടല്ലേ എനിക്ക് ഇച്ചായനോട് ഇത്രയും ഇഷ്ടവും. അല്ലെങ്കിൽ ആര് നിങ്ങളെ നോക്കാൻ? അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. എടി, നിനക്കല്ലാതെ എന്നെ ഇഷ്ടമല്ലായിരുന്നോ? നീ എൻ്റെ ഈ കുടുംബത്തെ കണ്ടിട്ടാണോ കല്യാണം കഴിച്ചത്? അതെ, ഒരു ഫാമിലി പാക്കേജ്. അത് ശരി. എന്നാലേ മോളൊരു കാര്യം ഓർത്തു വെച്ചോ. വിവാഹം കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും നമ്മൾ മാത്രമുള്ള വീട്ടിലേക്ക് മാറുന്നു. ആൽഫി പറഞ്ഞതും, പിന്നെ സത്യമായിട്ടും ടൗണിൽ എനിക്കൊരു വീടുണ്ട്, അങ്ങോട്ട് നമ്മൾ മാത്രം മാറുന്നു. നിനക്ക് കോളേജിൽ പോകാനും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്താൻ ടൗണല്ലേ നല്ലത്. അതിന് ഞാൻ തൃശ്ശൂർക്ക് പോവില്ലേ? എവിടേക്ക്? ഒരു തൃശ്ശൂർക്കും ഇല്ല മോളെ. ഞാൻ കോട്ടയത്തേക്ക് മാറ്റി. കോട്ടയത്തുള്ള പ്രശസ്തമായ കോളേജിൽ നിനക്കും ആൻസിക്കും അപ്പുവിനുമുള്ള അഡ്മിഷൻ ഞങ്ങൾ എടുത്തു. ആര്? ഞാനും അഗ്നിയും. എപ്പോ? അതൊക്കെ ഉണ്ടായി. എല്ലാം നിന്നോട് പറഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടോ? പിന്നെ വേണ്ടേ? പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. ആരെ? അച്ഛനെയും അമ്മയെയും. ഇത് പറ്റില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ നിൽക്കൂ, ഞാൻ ടൗണിലേക്കൊന്നും വരില്ല. ആ, അപ്പോൾ കോളേജിൽ പോകുന്ന കാര്യത്തിൽ കുഴപ്പമില്ലല്ലോ? ആ, അത് കുഴപ്പമില്ല, അത് ഞാൻ നേരത്തെ പറയാനിരുന്നതാ. പക്ഷേ വീട് മാറില്ല, ഞാൻ ഇവിടെ നിന്ന് വന്നോളാം. ഇച്ചാൻ അവിടെ നിന്നോ? ഞാനവിടെ ഒറ്റയ്ക്ക് എന്തിനാ? അതൊന്നും എനിക്കറിയില്ല, ഞാനിവിടെ നിൽക്കൂ. ഉറപ്പാണേ? ആ, ഉറപ്പാണ്. ആ, ഉറപ്പ്. അത്രയ്ക്ക് ഇഷ്ടമാണോ എൻ്റെ വീട്ടുകാരെ, എൻ്റെ ഈ ഫാമിലിയെ? ഒരുപാട് ഇഷ്ടമാണ്. അപ്പോഴേക്കും ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തതും അഗ്നിദേവാണ്. ആ, എത്തിയോ? എത്തി. വാ, നമുക്ക് താഴേക്ക് പോകാം. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഇവിടെ എല്ലാവർക്കും അപ്പൂനെ അറിയാലോ. അപ്പൂനറിയാം, കൂടെ വന്ന സാധനത്തിനെ അറിയില്ലല്ലോ. ആര് പറഞ്ഞു? അഗ്നിദേവിനെ നല്ല വെടുപ്പായിട്ട് അറിയാം. കൂടുതൽ അടുത്തറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്നറിയാലോ. വാ എൻ്റെ കൊച്ചു വാ എന്ന് പറഞ്ഞ് ആൽഫി അമ്മൂൻ്റെ കൈ പിടിച്ചതും, എന്തിനാ ഈ കൈ ഇങ്ങനെ കിടന്ന് വരയ്ക്കുന്നേ? അത് അമ്മ എങ്ങനെ എന്ത് പറയും? കാളിയാർമഠം. ഓ, ഒരു കാളിയാർമഠം. ഇങ്ങ് വാ പെണ്ണേ. അവനെ അഗ്നിദേവ, അത് മാത്രം അറിഞ്ഞാൽ മതി. ഒന്ന് പോയി ചായ. അമ്മയുടെ സഹോദരനെ അച്ഛനെയും എല്ലാം. ദേ അമ്മു, എന്നെ ദേഷ്യം പിടിപ്പിക്കലേ. എല്ലാം അറിഞ്ഞിട്ട് പറയുന്നേക്ക്. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടേക്ക് ചിലപ്പോൾ അവൻ ചെയ്യുന്നതിന് മുന്നേ അതിക്രൂരമായി ഞാൻ കൊന്നു കളഞ്ഞേനെ. എന്നിട്ട് അവൾ ദേ ഇങ്ങോട്ട് വാടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കലിപ്പുമിട്ട് ആൽഫി അമ്മുവിൻ്റെ കൈ പിടിച്ചു.
അവർ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആ കൂട്ടരും കയ്യിലെന്തോ കഴിച്ചുകൊണ്ട് കയറി വരുന്നതാ കാണുന്നത്. എങ്ങോട്ടാ നിങ്ങൾ? താഴേക്ക്. അമ്മു, നിനക്ക് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഒരു മാങ്ങ എടുത്തു കൊടുത്തതും എനിക്ക് വേണ്ട, ഇത് കഴിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. അമ്മു പറഞ്ഞതും എന്താ എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല. അപ്പോഴേക്കും വീടിൻ്റെ മുന്നിൽ കാറ് വന്ന് നിന്നു. ഇച്ചായ എന്താ? അമ്മ. ഓ ഈ പെണ്ണ്, ഇങ്ങോട്ട് വാ. എന്താ ഇച്ചായ പ്രശ്നം? ആൻസി പതിയെ ചോദിച്ചതും അതോ നിന്നെ പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വന്നിരിക്കുക. എന്നെയോ? എന്നോട് പറയാതെ? ഞാൻ റെഡി ആയിട്ടില്ല. അതേലേ, എന്നാ മോള് വേഗം പോയി റെഡി ആയിക്കോ. ചെല്ല്. ആൽഫി പറഞ്ഞതും അമ്മു അപ്പോഴും മുൻവശത്തെ വാതിലിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കാറിൽ നിന്നും ഇറങ്ങി അപ്പു അകത്തേക്ക് വന്നതും അമ്മു ആൽഫിയെ നോക്കി. പിന്നെ കൈവിട്ടുകൊണ്ട് അവൾ വേഗം താഴേക്ക് ചെന്നു. അവൾ പോകുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയ ആൻസി, ദേ അപ്പു വന്നിരിക്കുന്നു. അവളും തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് അപ്പുവിൻ്റെ പുറകെ കയറി വരുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണുന്നത്. ആൻസി തിരിഞ്ഞ് ആൽഫിയെ നോക്കി. ഇതാണോ ചായ? ആൻസി ആകാംക്ഷയോടെ ചോദിച്ചതും നീ അങ്ങോട്ട് നോക്ക്. ആൽഫി പറഞ്ഞതും അവൾ വീണ്ടും മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് ആ വന്ന ചെറുപ്പക്കാരൻ അപ്പുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടത്. അത് അപ്പുവിൻ്റെ ഭർത്താവ്. ഭർത്താവോ? അതെ, ഭർത്താവല്ല, ഹസ്ബൻഡ് എന്ന് പറയും. എപ്പോ? ഇവിടുന്ന് പോകുന്നത് വരെ അവൾക്ക് അങ്ങനൊരു ഭർത്താവ് ഉണ്ടായില്ലല്ലോ. ആര് പറഞ്ഞു? ഉണ്ടായിരുന്നു. നമ്മളാരും അല്ല, നിങ്ങളാരും അറിഞ്ഞില്ല എന്ന് മാത്രം. ആൽഫി പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. പെട്ടെന്നാണ് കാറ്റുപോലെ ആൻസി താഴേക്ക് പോകുന്നത്. വല്യമ്മച്ചി, അമ്മച്ചി, ശ്രീദേവി ആൻറ്റി, ദേ അപ്പു വന്നിരിക്കുന്നു. അപ്പു ഒരു ചെക്കനെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആൻസി പറയുന്നത് കേട്ട് ആൽഫി അവളെ നോക്കി. എന്നാൽ അവളുടെ പറച്ചിൽ കേട്ട് ഞെട്ടലോടെയാണ് അമ്മുവും അപ്പുവും അഗ്നിയും അവളെ നോക്കിയത്. അവളുടെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് വന്നു. അപ്പോഴാണ് വല്യമ്മച്ചിയുടെ പുറകെ വന്ന ശ്രീവിദ്യയെ അമ്മു കാണുന്നത്. അവൾ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പുവും ആ സമയം അമ്മുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. അവളുടെ വലത് കൈയിൽ അപ്പോഴും അഗ്നി മുറുകെ പിടിച്ചിരുന്നു. അവരെ കണ്ടതും ശ്രീവിദ്യ മുന്നിലേക്ക് വന്നു. അഗ്നിദേവ്, അവർ പതിയെ പറഞ്ഞതും അപ്പു അമ്മയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അമ്മേ, അപ്പു വിളിച്ചതും ശ്രീവിദ്യ അവളുടെ അടുത്തേക്ക് ചെന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കൂ എന്ന്. ശ്രീവിദ്യ പറഞ്ഞതും അപ്പു അമ്മയെ വേഗം കെട്ടിപ്പിടിച്ചു. എനിക്ക് ഇഷ്ടമാണ് അമ്മേ. അന്ന് എനിക്ക് സംഭവിച്ചെങ്കിലും മറക്കാൻ ഒരുപാട് ശ്രമിച്ചതമ്മേ, പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ താലിക്ക് അത്രയ്ക്ക് പവറാണെന്ന് എനിക്കറിയാവുന്ന ദിവസങ്ങളായിരുന്നു അത്. ഇതിങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴെല്ലാം എനിക്ക് ദേവേട്ടനെ മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ താലിയോട്ട് അഴിച്ചു മാറ്റാനും പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മ. ഒരു മാസം ഞാൻ ജീവിച്ചതല്ലേ. ഇനിയുള്ള ജീവിതത്തിലും ഈ കൂട്ടും മതിയെന്ന് തോന്നുന്നു അമ്മ. എനിക്ക് ദേവേട്ടനില്ലാതെ പറ്റില്ല. അമ്മയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് അവൾ പറയുന്നുണ്ട്. ശ്രീവിദ്യ അവളുടെ മുതുകിൽ പതിയെ തഴുകുന്നുണ്ട്. അമ്മയ്ക്കറിയാത്തതാണോ അമ്മയുടെ മക്കളെ? എൻ്റെ മക്കള് കുടുംബത്തിനും സ്നേഹത്തിനും താലിക്കുമെല്ലാം ഒരുപാട് മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീ ഇവനെ തേടി പോകുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അമ്മ അതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ശ്രീവിദ്യ പറഞ്ഞത് കേട്ടതും അമ്മുവും അപ്പുവും ഞെട്ടലോടെയാണ് അമ്മയെ നോക്കിയത്. ആ സമയം അഗ്നി ചെറുപുഞ്ചിരിയോടെ ശ്രീവിദ്യയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ നിമിഷം തന്നെയാണ് ശ്രീവിദ്യയും അഗ്നിയെ നോക്കിയത്. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അവർ നോക്കി. അവരുടെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി അഗ്നിയിലും ഉണ്ടായിരുന്നു. അമ്മേ, അച്ഛനെവിടെ? വിവാഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവിടേക്ക് പോയതാണ്. അച്ഛനും ഇവിടുത്തെ വല്യപ്പച്ചനും പിന്നെ ആൽഫി മോൻ്റെ അപ്പച്ചനും എല്ലാവരും കൂടി പോയിരിക്കുന്നത്. കുറേ നേരമായി പോയിട്ട് വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രീവിദ്യ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അച്ഛനെ ഓർത്ത് പേടിക്കണ്ട. അച്ഛൻ പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കൂ എന്ന്. നീ ഈ അഗ്നിദേവിൽ തന്നെ ചെന്ന് ചേരുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു. ശ്രീവിദ്യ പറഞ്ഞതും അപ്പു അഗ്നിദേവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.
അവളിൽ ഒരു ഞെട്ടലായിരുന്നു അപ്പോഴും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. സ്റ്റോറി കേൾക്കാൻ മറക്കരുത്. അതിനിടയിൽ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.